വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം ഏതാണ്ട് 400 പേര് മരിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. 200 പേരെ കാണാനില്ല. അതിൻ്റെ അർത്ഥം അത് മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ കേരളത്തിൽ മൊത്തം 600 പേര് മരിച്ചാൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു ദുഃഖമല്ലേ. ഓരോ പൗരനും ആയുസ് അതിനു വേണ്ടിയല്ലേ എല്ലാവരും പ്രവർത്തിക്കുന്നു. ഗവൺമെൻറ് ആണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലൊക്കെ 600 പേര് മരിച്ചവർ കേരളത്തിലുള്ളവരല്ലേ, ഇന്ത്യക്കാരല്ലേ. അപ്പോൾ അത് നിസ്സാരമാണോ? അത് 2 പഞ്ചായത്ത് 2-3 വാർഡുകളെയാണ് ബാധിച്ചതെങ്കിലും എത്ര പേര് മരണപ്പെട്ടു നോക്കണ്ടേ. ഒരു മരണം തന്നെ ഒഴിവാക്കാൻ അല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിന് പകരം 3 വാർഡുകളെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരു മനുഷ്യ മനസാക്ഷിയുള്ള ആൾക്ക് പറയാൻ പറ്റുമോ കാര്യം? അദ്ദേഹം പറഞ്ഞത് വളരെ ദൗർഭാഗ്യമാണ്. കാരണം ഇന്ത്യയുടെ മന്ത്രിയായിരുന്ന ആളല്ലേ. അങ്ങനെ ഒരു വ്യക്തി മന്ത്രി പോട്ടെ, ഒരു സാധാരണക്കാരൻ പറയുക അതുപോലത്തെ വാചകം, അത് തെറ്റാണ്. അദ്ദേഹവും മാപ്പ് പറയണം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മാപ്പ് പറയണം. ഒരു നായ പൈസ പോലും തന്നില്ല എന്നുള്ളത് പോട്ടെ, അതിന് ഒരു അവമാനിക്കുക, അതാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പൈസ പോലും തന്നില്ല. ഇതായിരിക്കും നിലപാട്, ഇതായിരിക്കും അവരുടെ നിലപാട്. അതായത് ഇപ്പോൾ ഒരു ജനപ്രതിനിധിയെ ജയിപ്പിച്ച് വിട്ടിട്ട് പോലും കേരളത്തിനുള്ള നിലപാട് ഇതാണ്. അപ്പോൾ എന്താ, കേരളം ഇന്ത്യയിലല്ലേ? എന്നിട്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് 600 പേരാണ് മരിച്ചത്. അത് പഞ്ചായത്തിൻ്റെ വാർഡിൻ്റെ ഒന്നും കണക്കെടുക്കണ്ട, കേരളത്തിലല്ലേ സംഭവം. കേരളത്തിൽ 600 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ മൊത്തം ദുഃഖമല്ലേ. അതിനൊരു വാർഡിൻ്റെ ഇഷ്യൂ ആയിട്ടാണോ കാണുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരിക്കലും ഒരു പൊതുപ്രവർത്തകൻ മാത്രമല്ല, സാധാരണക്കാരൻ പറയാൻ പാടില്ലാത്ത വാചകമാണ് ഇന്നലെ വി മുരളീധരൻ പറഞ്ഞത്. സംസ്ഥാന സർക്കാർ കണക്കുകൾ കൃത്യമായിട്ട് നൽകാത്തതാണ് വി മുരളീധരൻ്റെ പരാമർശം. ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രി ഒന്ന് നേരിട്ട് കണ്ടല്ലോ കാര്യങ്ങൾ. ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് എമൗണ്ട് സാങ്ഷൻ ചെയ്യാൻ എന്താ കുഴപ്പം? അറ്റ്ലീസ്റ്റ് 100 കോടിയെങ്കിലും ആദ്യ ഗഡുവായിട്ട് കൊടുത്താൽ അത് വളരെ സഹായമല്ലേ. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ സംസ്ഥാന സർക്കാരിന് ന്യായീകരിക്കുകയല്ല. പക്ഷേ കേന്ദ്രം തരേണ്ടത് കേന്ദ്രം തരിക തന്നെ വേണം. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ആ നിലയ്ക്ക് കേരളത്തിൻ്റെ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട കാര്യങ്ങൾ കണക്കാക്കി ആ പണമെങ്കിലും തന്നൂടെ. അപ്പോൾ അത് തരാത്ത തെറ്റ് തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം പല സംഘടനകളും വീട് വെച്ച് നൽകാനുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു. ഇപ്പം ഞങ്ങൾ തന്നെ 100 വീടുകൾ പണിയാൻ തീരുമാനിച്ചു. അതിൻ്റെ എമൗണ്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പണിയേണ്ട സ്ഥലം വിട്ടുതരേണ്ടത് സംസ്ഥാന സർക്കാർ. ഈ കാര്യത്തിൽ ഒരു കേരളത്തിൻ്റെ വിഷയങ്ങൾ ഞങ്ങളിപ്പോൾ LDF എന്ത് പറയുന്നത് ഞങ്ങൾ നോക്കുന്നില്ല. കേരളം ചെയ്യണം തന്നെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ഇന്നലത്തെ ഹർത്താൽ, വയനാട് ഹർത്താൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ എന്ന് പറയുമ്പോൾ രണ്ടുമുണ്ട്. പക്ഷേ കേന്ദ്രം തരാത്തതിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല.